കൂട്ടുകാർക്കും എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും, സപ്പോർട്ട് ചെയ്യാത്തവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളുടെയൊക്കെ വീഡിയോകൾ നല്ലതുപോലെ പോകുന്നുണ്ടോ? എനിക്ക് റീച്ച് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ പരിശ്രമം. ലക്ഷ്യത്തിലെത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് താൻ പാതി ദൈവം പാതിയല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഡെയിലി ഇപ്പോൾ വീഡിയോ ഇടുന്നത്. പിന്നെ സുപ്രിയയ്ക്ക് സുഖമായോ? ഇന്ന് ട്രിപ്പ് അടയ്ക്കേണ്ടി വന്നോ? ഇല്ലല്ലോ, നല്ല സുഖമായോ? പിന്നെ നമ്മുടെ ലതികയുടെ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ. നെയ്യാറ്റിൻകര എന്ത് പറ്റി? നിങ്ങൾ എല്ലാവർക്കും എൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. എന്നെ സഹായിക്കുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു പഴയകാല റെസിപ്പിയാണ്. പഴമയിലേക്ക്, അതായത് പഴയ കാലത്ത് നമ്മുടെ പൂർവികർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതും കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കുന്നതുമായ ഒരു റെസിപ്പിയാണ്. നമുക്ക് കിച്ചണിലേക്ക് പോവാം. എൻ്റെ ബ്രദർ ഇന്ന് കാപ്പി കുടിക്കുകയാണ് ഇവിടെ ഇരുന്ന്. അവനെന്തോ നിങ്ങളോട് ചോദിക്കണമെന്നുണ്ട്, വരുന്നില്ല. എല്ലാരും കാപ്പി കുടിച്ചോന്നാണ് അവൻ ചോദിക്കുന്നത്. എന്നാണ് ചോദിക്കുന്നത്. എന്താ നിങ്ങളുടെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നാണ് അവൻ ചോദിക്കുന്നത്. എന്തൊക്കെയാ ചോദിക്കണമെന്നുണ്ട്, പക്ഷെ വരുന്നില്ല കേട്ടോ. സുഖമില്ലാത്തതുകൊണ്ട് ഗുളികയുണ്ട്, 3-4 നേരം ധാരാളം ഗുളിക കഴിക്കുന്നുണ്ട്. സുഖമായി വരുന്നതേ ഉള്ളൂ. പിന്നെ എല്ലാ ഭക്ഷണവും കഴിക്കാം, പക്ഷേ ഭക്ഷണമൊന്നും വേണ്ട. ഇതിപ്പോൾ എല്ലാം കഴിക്കില്ല. ഞാൻ കൊടുത്ത വിട്ടും പഴുവാണെന്ന് ബ്രേക്ക്ഫാസ്റ്റ് അതെല്ലാം കഴിക്കാനൊന്നുമില്ല. പിന്നെ മധുരം മാത്രം കൊടുക്കരുതെന്ന് എൻ്റെ ബ്രദറിൻ്റെ മകൻ അനീഷ് പറഞ്ഞിട്ടുണ്ട്. മാമി മധുരം മാത്രം അച്ഛന് കുറച്ച് കൊടുക്കണം, ബാക്കി എന്ത് വേണോ അച്ഛന് കഴിക്കാമെന്ന്. പക്ഷേ കഴിക്കണ്ടേ? ശരി, നിങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പഴയകാല റെസിപ്പിയാണെന്ന് പറഞ്ഞല്ലോ. പണ്ട് കാലത്ത് നമുക്കെല്ലാം അമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന അവലോസ് പൊടി. പണ്ട് നമ്മൾ മാവ് പൊടി എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി കുറച്ച് പച്ചരി മാവ് ഞാൻ പച്ചരി മിക്സിയിൽ പൊടിച്ച് വെച്ചിരിക്കുകയാണ്. പുട്ടിന് പൊടിക്കുന്ന പാകത്തിൽ പച്ചരി മാത്രം. ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളം ചേർക്കില്ല, ആവശ്യത്തിന് ഉപ്പുനീര്, വളരെ കുറച്ച് ഉപ്പുനീര് ചേർത്ത് ഒന്ന് നനയ്ക്കും, പുട്ടിന് നനയ്ക്കുന്നത് പോലെ. അതിനോടൊപ്പം കുറേ തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട് കുറച്ച്, അത് കുറച്ച് ജീരകം, ഇത്രയും ചേർത്ത് നനയ്ക്കാൻ പോവുകയാണ്. മാവിലേക്ക് ഞാൻ ആവശ്യമുള്ള ഉപ്പുനീര് ചേർക്കുന്നു. ഇത്രയും ഉപ്പുനീര് മതിയാവും. ഇതിലേക്ക് തേങ്ങ, ചെരുകി വെച്ചിരിക്കുന്ന തേങ്ങ, ജീരകം, ഇത്രയും ചേർത്ത് ഞാൻ നന്നായി നനയ്ക്കുകയാണ്. നനച്ചു. ഇനി ഇത് കുറച്ച് സമയം, അതായത് ഒരു 15 മിനിറ്റെങ്കിലും ഇതിനെ പൊത്തി വെച്ചേരും. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് വറുക്കാം. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു, ഞാൻ വറുക്കാൻ തുടങ്ങിയാണ്. ഇനി തുടരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോഴൊക്കെ ഇതിന് അവലോസ് പൊടി എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ കുഞ്ഞുനാളിൽ മാവ് പൊടി എന്ന് പറയും. ഇത് വറുത്തെടുത്തിട്ട് ഇതിൽ ശർക്കരയോ കരിപ്പൊട്ടിയോ ചെത്തിയിട്ട്, അല്ലെങ്കിൽ പഞ്ചസാര ചെത്തിയിട്ട് കഴിക്കും. അല്ലെങ്കിൽ പഞ്ചസാരയും പഴവും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് വൈകുന്നേരം കഴിക്കും. തുടർച്ചയായിട്ട് 1/2 മണിക്കൂർ ഇങ്ങനെ വറുത്തുകൊണ്ടേ ഇരിക്കണമെന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. ശരി, ഞാൻ വരക്കട്ടെ.
കളർ മാറി വരുന്നുണ്ട്. ഇനിയും മൂക്കാനുണ്ട്. ഒരു 50% പാകമായിട്ടുള്ളൂ. ധാരാളം ജീരകം ചേർത്തു, അതാണ് ആ കാണുന്ന കുഞ്ഞു കറുപ്പ്. വറുക്കട്ടെ. ഇനിയും അവലോസ് പൊടി പാകമായി കേട്ടോ. ഇനി നമുക്ക് ഇതിനെ തണുത്തതിന് ശേഷം ആവശ്യത്തിനെടുത്ത് കുറച്ച് ശർക്കര ചെത്തിയിട്ട് കുഴച്ച് കഴിക്കാം. ഈവനിങ് സ്നാക്സായിട്ട് ചായയോടൊപ്പം കഴിക്കാം. അങ്ങനെ ഇത്രയും അവലോസ് പൊടി കിട്ടിയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ പഴയ മാമ്പൊടി. ഇത്രയും സമയം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. അതിന് മുമ്പ് ഒന്ന് പറഞ്ഞുകൊട്ടെ, എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എന്നെ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.